Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the third lecture of Management Concepts and Thought. We are going to discuss the topic Qualities of an Effective Manager. Managers play a vital role in getting things done by motivating, inspiring, and leading others at work. Employees who feel valued in the workplace tend to be more committed to their work. This results in higher level of performance, reduced absenteeism, and more competitive business. ഓർഗനൈസേഷനിൽ മാനേജേഴ്സിനൊരു വളരെ വലിയ പങ്ക് തന്നെയുണ്ട്. എംപ്ലോയീസിനെ അവരുടെ വർക്കിൽ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നു, ഇൻസ്പയർ ചെയ്യിക്കുന്നു, ലീഡ് ചെയ്യുന്നു. അതുവഴി വർക്ക് പ്ലേസിലെ എംപ്ലോയീസിനെ കൂടുതൽ വാല്യൂ ചെയ്യുന്നൊരു തോന്നൽ എംപ്ലോയീസിനുണ്ടാവുകയും എംപ്ലോയീസ് അതുവഴി കൂടുതൽ വർക്ക് ചെയ്യുകയും കമ്മിറ്റഡ് ടു വർക്ക് അവരുടെ വർക്കിൽ കൂടുതൽ കമ്മിറ്റഡ് ആവുകയും മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ലെവൽ ഓഫ് പെർഫോമൻസ് കൂടുകയും അവർ ആ ഓർഗനൈസേഷനിലേക്ക് വരാനുള്ള താല്പര്യം കൂടും. അതുവഴി റെഡ്യൂസ് ആബ്സെൻറ്റീസം ആൻഡ് മോർ കോമ്പറ്റീറ്റീവ് ബിസിനസ്. അവരുടെ ബിസിനസ് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അവർ കൂടുതലായിട്ട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യും. Let us discuss the qualities of an effective manager in detail. First one, integrity. Integrity fosters trust, which in turn builds loyalty. A manager with loyal staff has the capability to be very effective. ഇൻറ്റഗ്രിറ്റി ട്രസ്റ്റിനെ കൂട്ടുന്നു. അതുവഴി ലോയൽറ്റി ഉള്ള സ്റ്റാഫ് ഉണ്ടാകുന്നു. ലോയൽറ്റി ഉള്ള സ്റ്റാഫാണ് മാനേജേഴ്സിനുള്ളതെങ്കിൽ അത് മാനേജേഴ്സിന് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ക്വാളിറ്റി ഓഫ് എഫക്റ്റീവ് മാനേജർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് എംപവർമെൻറ്റ്. An effective manager empowers his staff to perform at their best. This means creating an environment for success and setting standards so that they can be made more responsible. Effective manager എംപ്ലോയീസിന് ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. അതുവഴി അവരിൽ നിന്നും ആ എംപ്ലോയീസിൽ നിന്നും മാക്സിമം പെർഫോമൻസ് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് എംപവർ ചെയ്യിക്കാൻ കഴിവുള്ള ഒരു ക്വാളിറ്റി എഫക്റ്റീവ് മാനേജർക്കുണ്ടായിരിക്കണം. അതാണ് സെക്കൻഡ് പറയുന്ന എംപവർമെൻ്റ് എന്ന് പറയുന്ന ക്വാളിറ്റി. തേർഡ് ക്വാളിറ്റി ഈസ് മോട്ടിവേഷൻ. പീപ്പിൾ പെർഫോം അറ്റ് ദെയർ ബെസ്റ്റ് when they are happy and motivated. But there is much more to motivate than salary or bonuses. A manager that understands his employees can set challenging goals and motivate them through rewards. പീപ്പിൾ എപ്പോഴും ഹാപ്പിയും മോട്ടിവേറ്റഡും ആയിരിക്കുമ്പോഴാണ് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. അതെപ്പോഴും സാലറിയും ബോണസും കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് റിവാർഡ് കൊടുക്കുകയോ അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്നതാവാം. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പം അവരുടെ കഴിവിനനുസരിച്ചുള്ള ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. ഫോർത്ത് ക്വാളിറ്റി ഈസ് ഡെലിഗേഷൻ. ആൻ ഇഫക്റ്റീവ് മാനേജർ അണ്ടർസ്റ്റാൻഡ്സ് ദ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഓഫ് ഹിസ് സ്റ്റാഫ് ആൻഡ് നോസ് ഹൗ ടു ഡെലിഗേറ്റ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. Delegation is entrusting the person with the responsibility to complete the work. ഓർഗനൈസേഷനിലെ സ്റ്റാഫിൻ്റെ സ്കിൽസും എബിലിറ്റീസും എന്തൊക്കെയാണെന്ന് ഇഫക്റ്റീവ് മാനേജർ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് മാത്രമേ അവർക്ക് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ജോലി മറ്റൊരാളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ ആ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസുള്ള എംപ്ലോയീസിന് അവരുടെ സ്കില്ലനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും അസൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ, അഡാപ്റ്റബിൾ. ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ആൻ എവർ ചേഞ്ചിങ് വൺ. All managers must be able to quickly adjust the goals and strategies according to the requirements of the environment. ഓർഗനൈസേഷനിൽ എൻവയോൺമെൻറ്റുമായിട്ട് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു
മാനേജർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് എപ്പോഴും വേണമെങ്കിലും ചേഞ്ച് ചെയ്യും. പൊളിറ്റിക്കലായാലും സോഷ്യലായാലും ഉള്ള ചേഞ്ചസ് കൊണ്ട് ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് എപ്പോഴും വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ആ ചേഞ്ചസിനനുസരിച്ച് ഗോൾസും സ്ട്രാറ്റജീസും ഒക്കെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഈ എഫക്റ്റീവ് മാനേജർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ടേക്സ് ആക്ഷൻ. ആൻ ഇഫക്റ്റീവ് മാനേജർ ടേക്സ് ആക്ഷൻ. If he sees a problem, he should be able to address it. The ability to face such problems and takes actions accordingly is the basic requirement of an effective manager. ഒരു ഇഫക്റ്റീവ് മാനേജർ പ്രോബ്ലംസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ അതിന് ആക്ഷൻ എടുക്കുക, അതിൻ്റെ റെമഡിയൽ ആക്ഷൻസ് പെട്ടെന്ന് തന്നെ എടുക്കുക എന്നുള്ള ഒരു ക്വാളിറ്റി ഇഫക്റ്റീവ് മാനേജർക്ക് ഉണ്ടായിരിക്കണം. Next quality is leadership. A true leader will be able to inspire trust, delegate responsibilities, and provide directions. Every successful manager makes the team work better, faster, and more effective. ഒരു നല്ല മാനേജർ, ഒരു ഇഫക്റ്റീവ് മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. അത് ഓർഗനൈസേഷനിൽ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക, ഗെറ്റ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പ്രൊവൈഡ് ഡയറക്ഷൻസ്. നെക്സ്റ്റ് ക്വാളിറ്റി ഈസ് കമ്മ്യൂണിക്കേഷൻ. ആൻ ഇഫക്റ്റീവ് മാനേജർ ഷുഡ് ഹാവ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദ എഫക്റ്റീവ് മാനേജർ മസ്റ്റ് ബി ഏബിൾ ടു properly decipher, understand, and then relate the vision of the organization to the employees so that productivity is maintained. എഫക്റ്റീവ് മാനേജർ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള പേഴ്സൺ ആയിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ലിസണർ ആയിരിക്കണം. കൂടുതൽ എംപ്ലോയീസിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. ഓർഗനൈസേഷൻ്റെ വിഷനും മിഷനും ഗോൾസും എല്ലാം എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കാൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എഫക്റ്റീവ് മാനേജർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് അതർ പീപ്പിൾ. ആൻ ഇഫക്റ്റീവ് മാനേജർ ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു ഡെവലപ്പ് അതർ പീപ്പിൾ വർക്കിംഗ് വിത്ത് ഹിം. ഇറ്റ് ഇൻവോൾവ്സ് കൾട്ടിവേറ്റിംഗ് ടാലൻസ് ആൻഡ് ദെൻ മോട്ടിവേറ്റിംഗ് ദം ടു യൂസ് ദ പ്രൊഡക്റ്റീവ്ലി. ഇഫക്റ്റീവ് മാനേജറുടെ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ അതർ പീപ്പിളിനെയും ഡെവലപ്പ് ചെയ്യിക്കാനുള്ളൊരു എബിലിറ്റി എഫക്റ്റീവ് മാനേജർക്ക് ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ്റെ അതർ പീപ്പിൾസിൻ്റെ ടാലൻസും കൾട്ടിവേറ്റ് ചെയ്യുക, അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യിക്കുക, അവരുടെ മാക്സിമം പെർഫോമൻസ് അവരിൽ നിന്നും കാഴ്ചവെക്കുക, അവരെ കൂടി അയാളോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യിക്കാനുള്ളൊരു എബിലിറ്റി എഫക്റ്റീവ് മാനേജർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി of effective manager is positive attitude. An effective manager must have a positive attitude and a passion for his work that will help him to keep high morale. A manager who can motivate people while keeping them on task is a great asset. ഇഫക്റ്റീവ് മാനേജറുടെ നെക്സ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതും അവരെ കൊണ്ട് ടാസ്ക് ചെയ്യിക്കുന്നതും എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എഫക്റ്റീവ് മാനേജർക്ക് ഉണ്ടായിരിക്കണം. ഈ ലെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ് എല്ലാവരും പെട്ടെന്ന് തന്നെ എഴുതി അയയ്ക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.